ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തായാലും വേറെ ആൾക്കാരുണ്ടാവുമല്ലോ ഇത് ചെയ്യാത്തവർ. അപ്പം നമ്മൾ എങ്ങനെയാണ് വോയിസ് റിപ്ലൈ കൊടുക്കുന്നത്, നമ്മുടെ കമൻസിന് വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോണിറ്റൈസ് ആവണമെന്നോ അങ്ങനെയൊന്നും ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഇല്ല. നിങ്ങളുടെ ചാനലിൽ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് വീഡിയോസ് ഇതുപോലെ എടുത്ത് കമൻസ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ വീഡിയോയുടെ കമൻസാണ് എടുക്കേണ്ടത്. വേറെ ആരുടെയും വീഡിയോസിൽ നിങ്ങൾക്ക് വോയിസ് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ചാനലിലെ കമൻസിന്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കമൻസിന് മാത്രമേ വോയിസ് റിപ്ലൈ കൊടുക്കാൻ പറ്റൂ. ഞാൻ ഇതുപോലെ ഓൾറെഡി കൊടുത്തതൊക്കെയാണ് എടുത്ത് നോക്കുന്നത്. ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇതുപോലെ തന്നെ കമൻറ്റ് ഇങ്ങനെ ഹേർട്ട് ചെയ്യുക, അതിൽ സൈഡിൽ കാണാമല്ലോ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നിട്ടൊരു കമൻറ്റ് എടുക്കുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ സൈഡിലായിട്ട് കാണാം. ഇതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ കണ്ടു, നമ്മൾ സാധാ വോയിസ് ഓവർ കൊടുക്കുന്ന പോലെ അത് ഓൺ ചെയ്തിട്ട് പറയാം. സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് റെക്കോർഡ് ചെയ്തത് തെറ്റിപ്പോയെങ്കിൽ ആ സൈഡിൽ ക്ലിക്ക് ചെയ്തത് ഫുള്ള് പോകും. റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വോയിസ്, നിങ്ങൾ ചെയ്ത വോയിസ് നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബറിന് അയക്കാൻ പറ്റും. ഈ വോയിസ് എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ. ആർക്ക് വേണമെങ്കിലും കാണാം കേട്ടോ. ആ വോയിസ് എടുത്തു നോക്കുന്ന എല്ലാവർക്കും തന്നെ അത് കേൾക്കാനായിട്ട് പറ്റും. ഈ കമൻറ്റ് ഇട്ട ആൾക്ക് മാത്രമല്ല കേട്ടോ. ഇതുപോലെ അത് ലോഡാവും. നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ആ ക്യാമറയുടെ ഇപ്പറയുള്ള ഓപ്ഷൻ, അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഡെമോക്ക് കാണിച്ചു തേണ്ടത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സ് എടുക്കുമ്പോൾ തന്നെ ആ സൈഡിലായിട്ട് ഇങ്ങനെ 3-4 ലൈൻസ് കാണാൻ പറ്റും. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ക്യാമറയുടെ ഒരു ചിഹ്നം കാണാം, അതിൻ്റെ ഇപ്പറയായിട്ട് ലോഗോ. അപ്പം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.